പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം ഐസയ്യ 40:28 വാക്യം മുതൽ യേശയ്യ 40:28 വാക്യം മുതൽ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സൃഷ്ടാവുമാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം, ദൈവമേ, ഞാൻ തളർന്നു പോകുന്നു, ഞാൻ ദുർബലനാണ്, എനിക്ക് അങ്ങയുടെ കൃപയുടെ ആവശ്യമുണ്ട്. എൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകാവുന്നതിൻ്റെ അങ്ങേയറ്റം ഞാൻ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എത്രമാത്രം ബലഹീനനാണ്. അതേസമയം അങ്ങോട് ചേർന്ന് നിൽക്കുമ്പോൾ അങ്ങയുടെ കൃപയുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എൻ്റെ ബുദ്ധിയിൽ മാത്രം ഞാൻ ആശ്രയിക്കുമ്പോൾ എനിക്ക് മുന്നോട്ട് പോകാൻ പരിമിതികളുണ്ട് എന്നാണ് ഈ വചനം നമ്മോട് പറയുന്നത്. ഇത് ഈ ലോകത്തിൻ്റെ ഗതിക്ക് എതിരാണ്. ലോകത്തിൻ്റെ മുമ്പിൽ എപ്പോഴും ഐ ആം സ്ട്രോങ്, ഞാൻ ശക്തനാണ്, ഐ ആം ഇൻഡിപെൻഡൻറ്റ്, ഐ ക്യാൻ ഡു എവറിത്തിങ് ബൈ മൈസെൽഫ്, ഞാനാണ് ഈ ലോകത്തിലെ ഹീറോ, ഞാനാണ് ഈ ലോകത്തെ, എനിക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. പണത്തിൻ്റെ അഹങ്കാരം, അറിവിൻ്റെ അഹങ്കാരം, അഹന്ത, ഇതെല്ലാം നമ്മൾ പിടികൂടുന്നു. അപ്പം ലോകം നമ്മൾ ഇഷ്ടപ്പെടുന്നത് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള, ഐ ആം സ്ട്രോങ്, ഐ ആം ഇൻഡിപെൻഡൻറ്റ്, ആ ഒരു ചിന്താഗതിയാണ്. ഇന്ന് ഈ വചനം തിരഞ്ഞെടുക്കാനുള്ള കാരണം ആക്ച്വലി ഭയങ്കര ദുഃഖകരമായ ന്യൂസുകളാണ് ഇന്ന് എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. ഫേസ്ബുക്കിൽ കാലത്ത് തന്നെ ഒരമ്മയും 2 പെൺകുട്ടികളും, അവർ ആത്മഹത്യയാണെന്ന് തോന്നുന്നു, എന്താണെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല, ഒരു നോർമൽ ഡെത്ത് അല്ല. അപ്പം അത് എനിക്ക് തോന്നുന്നു കുടുംബകലഹമാണെന്ന് തോന്നുന്നു. കുടുംബകലഹം, അതിനോടനുബന്ധിച്ച് സാമ്പത്തിക ഞെരുക്കം, നല്ല സുന്ദരിയായ അമ്മയും മക്കളും ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് ഞാനൊരു പഴയ ഒരു സുഹൃത്തിനെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നു, ഇന്നലെ ഒരു വല്ലാത്ത ദിവസമായിരുന്നു. ഞങ്ങളുടെ നെയ്ബറിൻ്റെ മകൻ, ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മകൻ, പുള്ളിക്ക് ഒരു പ്രശ്നവും ഇല്ല, ഒരു ചീത്ത ഹാബിറ്റ്സും ഇല്ല, ഒന്നുമില്ല, ആത്മഹത്യ ചെയ്തിരിക്കുന്നു.
അപ്പം ഇന്നത്തെ ലോകത്തിന് ഇന്നത്തെ ലോകത്തിൽ നമ്മൾ ശക്തരാകുന്നത്, യഥാർത്ഥത്തിൽ ശക്തരാകുന്നത്, നമ്മൾ ഇൻകംപ്ലീറ്റ് ആണ്, നമ്മൾ ബലഹീനരാണ് എന്ന് നമ്മൾ തന്നെ അംഗീകരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും നേരിടുവാനുള്ള കരുത്ത് സർവേശ്വരൻ നമുക്ക് നൽകും. കർത്താവേ, ഐ ആം വീക്ക്, അതേസമയം അങ്ങ് എൻ്റെ കൂടെയുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാ അങ്ങയുടെ ദാസൻ, അങ്ങ് കൽപ്പിച്ചാലും. അങ്ങനെ യഥാർത്ഥ വിശ്വാസം, നമ്മുടെ ആബാ പിതാവ് കരുണാമയനാണ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തന് നടക്കാത്ത കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചാൽ നമ്മുടെ വിളി കേൾക്കുന്നവനാണ്, കരുണാമയനാണ് നമ്മുടെ കർത്താവ് എന്നുള്ള കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. നമ്മൾ ഈ ലൗകികമായ, ഈ ജഡികമായ ലോകത്തിൽ മാത്രം, ഈ ലോകത്തിൻ്റെ പ്രീതി മാത്രം അന്വേഷിക്കുമ്പോൾ ഈ വക ചിന്തകളൊക്കെ നമ്മളെ ഗ്രസിക്കും. നമ്മൾ പരാജിതരായി നമുക്ക് തോന്നും. ക്രിസ്തു തന്നെ ഈ ലോകത്തിൻ്റെ മുമ്പിൽ നമ്പർ 1 പരാജയമായിരുന്നില്ലേ? അന്നത്തെ പ്രമാണിമാരെല്ലാവരും കൂടി പരിഹസിച്ച് ക്രൂശിച്ച് നമ്മുടെ അബ്ബാ പിതാവിനെ, പാപമില്ലാത്തവനെ അവർ കുരിശിൽ തറച്ചില്ലേ? അപ്പൊ ദൈവത്തിൻ്റെ രീതികൾ, ദൈവത്തിൻ്റെ നീതികൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വ്യത്യസ്തമാണ്. അതിന് കർത്താവിൻ്റെ മുമ്പിൽ വിനയത്തോടെ, എളിമയോടെ, ഉരുകുന്ന ഹൃദയത്തോടെ മുട്ടുകുത്തി, ആബാ പിതാവേ, ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്, അങ്ങേക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെ കൈവിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപേക്ഷിക്കാത്തവനാണ് നമ്മുടെ ദൈവം. എടുത്തു ചാടി കടുംകൈകൾ ചെയ്യരുത്. ജീവിതം വഴിമുട്ടി എന്ന് തോന്നുമ്പോഴെങ്കിലും അബ്ബാ പിതാവിലേക്ക് തിരിയുക. അവൻ അവൻ്റേതായ രീതിയിൽ തക്ക സമയത്ത് നമ്മളെ ഉയർത്തിക്കൊള്ളും. എല്ലാ പ്രോബ്ലവും ടെമ്പററിയാണ്. കർത്താവിലേക്ക് തിരിയുവിൻ, കർത്താവിന് കുറച്ച് സമയം കൊടുക്കുവിൻ. അവൻ നമ്മളെ തീർച്ചയായും രക്ഷയുടെ പാതയിലൂടെ നമ്മളെ നയിക്കും. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും പരിശുദ്ധാരൂപിയാൽ നിറയട്ടെ. പരിശുദ്ധാരൂപിയാൽ നിറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ സന്തോഷത്തോടെ, കർത്താവേ, ഇതാ ബലഹീനനായ ഞാൻ, അങ്ങനെ ശക്തിപ്പെടുത്തണമേ എന്ന് വിളിച്ചപേക്ഷിക്കുവാനുള്ള കൃപയും സത്യസന്ധതയും എളിമയും വിനയവും എല്ലാം സർവേശ്വരൻ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. നമുക്ക് അഹംഭാവം വെടിയാം. ഈ ലോകത്തിൻ്റെ പ്രീതി അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോകുന്നത് നമുക്ക് നിർത്താം. നമുക്ക് ദൈവത്തിൻ്റെ പ്രീതിയിൽ മാത്രം ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. ആമേൻ. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശു കർത്താവെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. God bless.